ഹലോ ഫ്രണ്ട്സ്, വളരെ അതിശയകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ കണ്ട് കൊല്ലത്ത് നടന്ന ഒരു സംഭവം. കൊല്ലത്ത് ശ്വാസം മുട്ടലിനെ തുടർന്ന് ചികിത്സ തേടി എത്തിയ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പേവിഷബാധയുടെ വാക്സിൻ എടുത്ത് നേഴ്സ്. അപ്പോൾ സംഭവത്തിൽ നേഴ്സ് തെറ്റുപറ്റിയതിൽ മാപ്പൊക്കെ പറഞ്ഞു കുടുംബത്തോട്. പിന്നെ ആ കുട്ടിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ നേഴ്സ് സമീപിക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം എന്ന് കരുതി ഓരോ രോഗികളെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അശ്രദ്ധ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഒരു തട്ടിപ്പിൻ്റെ കാര്യമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു തട്ടിപ്പാണ്. നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്ത് നൽകിയാൽ 30,000 രൂപ വരെ നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മുന്നിലൂടെയും സ്ക്രോൾ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പരസ്യം പോയിട്ടുണ്ടാവും. പക്ഷേ മഹാ തട്ടിപ്പാണ് കേട്ടോ. അത് ഒന്നുമില്ലാത്ത ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല. തട്ടിപ്പ് രീതിയാണ്. അവരുടെ രീതി എന്തെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് 650 രൂപ വാങ്ങും. അതിനുശേഷം പിന്നെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് അതിന് പരാതിയായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഇതിൽ ചെന്ന് പെടാം. സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിലിരുന്നൊക്കെ വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇത് കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അത് തീർത്തും അത് ഫേക്കായിട്ടുള്ളൊരു ഇതാണ്. നടരാജ് പെൻസിൽ പാക്ക് ചെയ്താൽ 30,000 രൂപ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 650 രൂപയിൽ ഇവർ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നത്. അതങ്ങനെ അവർക്ക് അങ്ങനത്തെ ഒരു ചെറിയ തുക ചോദിച്ച് 10 പേരിൽ നിന്ന് അങ്ങനെ 650 രൂപ വെച്ച് കിട്ടിയാൽ അവർക്ക് ആവശ്യത്തിനുള്ള പൈസയാവുള്ളൂ. എത്രയോ പേര് ഇതുപോലെ കോൺടാക്ട് ചെയ്യും. ഒരുപാട് പേര് ഇങ്ങനെ 650 രൂപ അഡ്വാൻസ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോള് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് തട്ടിപ്പാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴാണ് ഓരോരുത്തരത് ഇങ്ങനെ ചെന്ന് പെട്ടവർ പറയുന്നത് 650 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. സ്വയം ഇങ്ങനെ ഒരു പറ്റിക്കലിൽ ചെന്ന് വീണപ്പോൾ അത് മറ്റുള്ളവരിലേക്കായിട്ടും കൂടി ഷെയർ ചെയ്തത് വളരെ നല്ലൊരു കാര്യം. 650 രൂപ പോയി, തനിക്ക് പോട്ടെ മറ്റുള്ളവർക്കും പോട്ടെ എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് പേര് കുടുങ്ങിയേനെ. എന്തായാലും ഇങ്ങനെയുള്ളൊരു വിവരം പുറത്തറിയിച്ചവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കത്രിക വയറിനുള്ളിൽ കുടുങ്ങിയ ആ ഒരു കേസ് അതെവിടെ വരെ ആയി എന്ന് വെച്ചാൽ അമൃത ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കത്രിക പുറത്തെടുത്ത് നമ്മുടെ ഉഷ ജോസഫ് ആ ചേച്ചി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ആശ്വാസത്തിൻ്റെ നാളുകളാണ്. വേദനയിൽ നിന്നും ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഉള്ളൊരു ആശ്വാസമാണ് അവർക്കുള്ളത്. അപ്പോൾ ഓരോ ജീവനും നിങ്ങളുടെ സ്വന്തം എന്ന് കരുതി വില നൽകി ചികിത്സിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അശ്രദ്ധകളൊക്കെ വളരെയധികം കുറയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുക. അപ്പോൾ ഈ തെറ്റുകളൊന്നും പറ്റില്ല. അങ്ങനെ ഒരു തെറ്റേ പറ്റില്ല അവിടെ ഒരു സാഹചര്യത്തിൽ. അടുത്തതായിട്ട് നമ്മുടെ കരമനയിൽ വലിയൊരു ബൈക്ക് അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 യുവാക്കളാണ് അതിൽ ജീവൻ പൊലിഞ്ഞത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വാഹനം ആയിക്കോട്ടെ, വലിയ വാഹനമാണെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, ഒന്നാമത്തെ കാര്യം. അതുപോരാത്തെ ഓവർ സ്പീഡായിട്ട് വരുമ്പോൾ എന്തെങ്കിലും തിരക്കിട്ട് നിങ്ങൾ പോവായിരിക്കാം. സ്വാഭാവികം എന്തെങ്കിലും തിരക്ക് പിടിച്ച് ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങാൻ നോക്കുക വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ ഏത് വാഹനം അമിത വേഗത നിങ്ങൾ കൂട്ടുമ്പോൾ റോഡിലൂടെ പായുമ്പോൾ സ്വയം കുടുംബം ഉണ്ടെന്നും റോഡിലൂടെ പോകുന്നവർക്കും മറ്റുള്ളവർക്കും കുടുംബം ഉണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കാൻ ആളുകളുണ്ട്, റോഡിലൂടെ പോകുന്നവർക്കും വീട്ടിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലിരുത്തിയിട്ട് വേണം പാഞ്ഞ് വേഗത്തിലത് വെച്ച് പിടിച്ച് പോവാൻ. അടുത്തതായിട്ട് ഫോണൊക്കെ നഷ്ടപ്പെട്ടവർക്കായിട്ടുള്ളൊരു വളരെ സന്തോഷമായിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പോലീസിൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ 34,000 ഫോണുകൾ ട്രാക്ക് ചെയ്തു കഴിഞ്ഞു നമ്മുടെ സൈബർ പോലീസ്. അപ്പോൾ നഷ്ടപ്പെട്ട് പരാതി നൽകിയ ഉടമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. അത് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പലരുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അത് ഫേക്ക് ന്യൂസ് അല്ല. അങ്ങനെ ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് പരാതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫോണിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിലുള്ള ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ അത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് 34,000 ഫോണുകൾ പോലീസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ AI ഉപയോഗത്തിൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ. IT നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു. എങ്ങനെയെന്നാൽ AI ദുരുപയോഗം തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി മുതൽ AI ഉപയോഗിച്ച് വോയിസ്, ചിത്രീകരണം എന്നിവ എന്തെങ്കിലും ഉണ്ടായാൽ അത് വ്യക്തമായിട്ട് AI നിർമ്മിതം എന്ന് നമ്മൾ ലേബൽ ചെയ്ത് ഇരിക്കണം. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ AI നിർമ്മിതമെന്ന് ലേബൽ ചെയ്തിരിക്കണം.
അതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ നീക്കം ചെയ്യേണ്ടി വരും കേട്ടോ. മെയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീക്കം ചെയ്യേണ്ടി വരും. നീക്കം ചെയ്യാൻ നിർദ്ദേശമുണ്ടായാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പോവും. ഏതാണോ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് അത് അവർ കട്ടാക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രണ്ട്സ്.